നമ്മളുടെ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് ആണ്. എത്ര ഗ്രാം ഉണ്ടെന്നുള്ളത് നമുക്ക് പാക്ക് ചെയ്ത് തൂക്കി നോക്കാം. എത്ര ഗ്രാം ആയിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാറ്? 200 ഗ്രാം പാക്കറ്റ്. 200 ഗ്രാമിന് നമ്മൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കടക്കാർ 80 രൂപയ്ക്ക് വരെ വിൽക്കുന്നുണ്ട്. ഇതൊരു ബെഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒറ്റ ലെയർ പൂവാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിൽ ശശികല ചേച്ചിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ. പക്ഷേ ശശികല ചേച്ചിയുടെ ഒരു പുതിയ സംരംഭത്തെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഈ പുതിയ വീഡിയോ. അതുമാത്രമല്ല, ഓർഗാനിക് കേരളത്തിൻ്റെ പ്രേക്ഷകർക്ക് ഒരു പുതിയ വിഷയം, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വിഷയം കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ, ഈ ആഴ്ചയിലെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നുമല്ലാതെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം മന്ന മഷ്റൂം ഹട്ട്. അത് ശശികല ചേച്ചി പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ കൂൺ കൃഷിയുടെ ഒരു പുതിയ സംരംഭമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കൂൺ കൃഷിയെപ്പറ്റി ചെയ്തിട്ടില്ല. നമ്മളോട് ഒരുപാട് വ്യൂവേഴ്സ്, നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കൂൺ കൃഷിയുടെ ഒരു സമഗ്ര വീഡിയോ A to Z കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശശികല ചേച്ചിയുടെ ഈ കാർഷികപരമായ അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ചോദിക്കാം. ചേച്ചി, നമ്മൾ ഇതുവരെ ചെയ്ത പോലെയല്ല ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്, അല്ല ഇങ്ങനെയൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്താണ് ഇങ്ങനൊരു മഷ്റൂമിൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ളൊരു കാരണങ്ങൾ എന്തൊക്കെയാണ്? മഷ്റൂം അറിയാലോ, നമ്മൾ ആദ്യമേ തന്നെ കൃഷിയാണ് നമ്മളുടെ ഒരു പാഷൻ. അപ്പോൾ മഷ്റൂമിലേക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് നല്ലൊരു വരുമാനം നമ്മൾക്ക് മഷ്റൂമിലൂടെ കിട്ടും. അതായത് ഏറ്റവും പെട്ടെന്ന് നമ്മൾക്ക് തിരിച്ച് കിട്ടുന്ന വരുമാനം കൃഷിയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഡയറി, പശു വളർത്തൽ. കാരണം ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് കറവ് തുടങ്ങാം. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങും. അതേപോലെ തന്നെ വളരെ സ്പീഡിൽ വരുമാനം തിരിച്ചു കിട്ടുന്ന ഒരു സംരംഭമാണ് കൂൺ കൃഷി. ഏകദേശം 28 to 30 ദിവസത്തിനകം നമ്മൾക്ക് ഈൽഡ് കിട്ടി തുടങ്ങും. 28 to 30 ദിവസത്തിനകം നമ്മൾക്ക് ഈൽഡ് കിട്ടും. ആ കിട്ടുന്നത് നമ്മളുടെ വരുമാനം തന്നെയാണ്. നമ്മളുടെ ശരീരത്തിന് ഏറ്റവും രോഗപ്രതിരോധ ശേഷി നൽകുന്ന, നമ്മൾക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മളുടെ കൂൺ എന്ന് പറയുന്നത്. അതായത് ഏത് രോഗികൾക്കും, ക്യാൻസർ പേഷ്യൻറ്റിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കൂണ്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന്, ഞാൻ ആദ്യമേ പറഞ്ഞു, രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റാണ്. മീറ്റിന് പകരം ഉപയോഗിക്കാവുന്ന നല്ലൊരു വെജിറ്റേറിയൻ സാധനമാണ്. അപ്പോൾ ആ ഇറച്ചി പോലെ തന്നെ സ്വാദും ഉണ്ടാകും. ഏത് കുട്ടികൾക്കും, ഇപ്പോൾ ഇതിൻ്റെ തന്നെ വാല്യൂ അഡീഷൻ, നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം, കൂൺ ബിരിയാണി ഉണ്ടാക്കാം, ഇതിൻ്റെ ഒരുപാട് കൂണിൻ്റെ സൂപ്പ് നമുക്ക് കൊടുക്കാം. മാർക്കറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളാണ്. ആരും കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷത്തോടെ വാങ്ങി കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് കൂണ്. 60 രൂപയ്ക്ക് നമ്മൾക്കൊരു ഇറച്ചിക്കറി വെക്കാൻ പറ്റത്തില്ല. പക്ഷേ 60 രൂപയ്ക്കൊരു കൂൺ കറി ഇറച്ചിയുടെ അതേ സ്വാദിൽ വെക്കാം. അതിനേക്കാളും കുറച്ചും കൂടി പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളത്. ഇവിടെ ചെയ്തിരിക്കുന്ന നമ്മൾ ഓയിസ്റ്റർ, അതായത് ചിപ്പിക്കൂൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് മന്നയിലെ ഈ കൂൺ കൃഷിയുടെ ഓരോ ഘട്ടമായിട്ടുള്ള പ്രോസസ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ശശികല ചേച്ചി അത് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും ചെയ്യും. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ കൂണിന്റെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂണിന്റെ മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ വൈക്കോൽ തന്നെയാണ്. ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും ഉണങ്ങി നല്ല ഇതുപോലെ വെള്ളി കളറ്, നല്ല വെളുത്ത വൈക്കോലായിരിക്കണം. ഏറ്റവും മോശമായ വൈക്കോൽ എന്ന് പറയുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം, പുറകുവശം നമ്മൾ വാങ്ങിയത് മഴ നനഞ്ഞ് വേസ്റ്റ് ആയി പോയതാണത്. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ട് പോയി. കാരണം ഈ അമിതമായ മഴ നമുക്ക് കുറെ നഷ്ടം വന്നു ഇപ്രാവശ്യം. പക്ഷെ എങ്കിലും ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്താൻ പറ്റിയത്, അതെ, നല്ല വെള്ള വൈക്കോല്, കൊയ്തതും പാടത്ത് ഉണക്കിയതിന് ശേഷം കിട്ടുന്ന വൈക്കോല് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത്, ഇതാണ് നമ്മൾ ആദ്യം കണ്ടുവെക്കേണ്ടത് മാധ്യമം. ഈ ഒരു 6 മാസത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വൈക്കോല് വേണം. ഡെയിലി നമുക്ക് ഒരു റോള് വൈക്കോല് ഇതുപോലെ പാത്രത്തിനകത്തേക്ക്, നമ്മൾ വലിയ ഡ്രമ്മിനകത്തേക്ക് ഒരു റോള് വൈക്കോല് വേണം. എത്ര ബെഡിനാണ്? ഒരു 10 ബെഡേ കിട്ടുള്ളൂ. ഒരു റോളിൽ നിന്ന് നമുക്ക് 10 ബെഡേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് 2-3 റോള് പെർ ഡേ നമ്മൾ ചിലവാകും. കാരണം ഇതിനകത്ത് ഒരു റൂമിനകത്തേക്ക് നമ്മൾ ഒരു ദിവസം 100 ബെഡ് വീതമാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് ഇത് എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രോസസ് ഉണ്ടോ? ഉണ്ട്. ഇത് വൈക്കോൽ എടുക്കുക, വേറെ ഇനി പ്രോസസ് ഒന്നുമില്ല. വണ്ടി ചുരുട്ടി നമ്മൾ കൊണ്ടുവന്ന് ഇതിനെ ഉരുട്ടി വിട്ടിട്ട്, കെട്ടഴിച്ചിട്ട് ഇതിനെ ഉരുട്ടി വിടും. എന്നിട്ട് ഇതിനെ വാരി എടുത്ത് നമ്മൾ ഇതുപോലെ വലിയ ഡ്രമ്മിനകത്തേക്ക് മുക്കി വെക്കും. ഇതിനകത്തുനിന്ന് ഇത് കഴുകി വാരി ഇതുപോലെ കൊട്ടയ്ക്കകത്തേക്ക് വെക്കും. ഇങ്ങനെ എടുത്തതിനെയാണ് നമ്മൾ ചരുവത്തിനകത്തിട്ട് തിളപ്പിച്ച് രാത്രി നമ്മൾ തിളപ്പിച്ച് വെക്കും. ഇങ്ങനെ വെക്കും. ഇത് ഞാനിപ്പോൾ തിളപ്പിക്കുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാം. രതീഷ്, ഇതിപ്പോൾ നമ്മൾ രതീഷിനെ കാണിക്കാനും ഷൂട്ട് ചെയ്യാനും വേണ്ടി മാത്രം ഇത്രയും ചെറിയ പാത്രത്തിൽ എടുക്കുന്നതാണ്. നമ്മൾ വലിയ കലത്തിനകത്താണ് ഇത് തിളപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത് വെച്ച മോനെ, കഴുകി വാരിയ വൈക്കോല് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു.
ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഒന്ന് പ്രസ് ചെയ്തു. പാത്രത്തിലാണെങ്കിലേ ചേച്ചി ഒരു 20 മിനിറ്റോളം തിളപ്പിച്ചാൽ നമ്മൾ രാത്രി തിളപ്പിക്കുമ്പോൾ വലിയ അടുപ്പത്ത് വെച്ചിട്ടല്ലേ തിളപ്പിക്കുക. അപ്പോൾ വലിയ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് വലിയ കലത്തിനകത്ത് ഒരു 7 പറ നെല്ല് കൊള്ളുന്ന കലമുണ്ട്. ആ കലത്തിനകത്താണ് നമ്മളിത് തിളപ്പിക്കുന്നത്. അപ്പോൾ അത് തിളപ്പിക്കുന്ന കലം എന്ന് പറയുന്നത് അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ആദ്യം അങ്ങ് വൈക്കോല് അതിനകത്തേക്ക് മുക്കി വെക്കും. എന്നിട്ട് അതിന് മുകളിലേക്ക് കല്ലെടുത്ത് വെച്ചിട്ട് താഴെ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റും കൂടി കത്തിച്ചു കഴിഞ്ഞാലും ആ തീയുടെ ചൂടിൽ നേരം വെളുക്കുവോളം അതവിടെ കിടക്കും. 20 മിനിറ്റ് ആക്ച്വലി മതി. പക്ഷെ നേരം വെളുക്കോളം ആ വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് എന്താകും, അതിൽ പിന്നീട് അണുക്കളൊന്നും ഉണ്ടാവില്ല. ഈ അണുബാധ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത്, തിളപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, പോകും. അപ്പോ ഇത് നമ്മള് തിളപ്പിച്ച വൈക്കോല് രാത്രി തിളപ്പിച്ചിടുമല്ലോ. തിളപ്പിച്ചിരുന്ന വൈക്കോല് എന്ത് ചെയ്യും, രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കൊട്ടയ്ക്കകത്തേക്ക് നമ്മള് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വാരി വെക്കും. ഇത് വാരി വെച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളം വാർന്നു കഴിയുമ്പോൾ നേരെ നമ്മളിതാ ഈ സ്ലാബ് അടിച്ചിരിക്കുന്നില്ലേ നമ്മളുടെ ഈ നെറ്റ്, ഈ നെറ്റിന്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വാരിയിടും. ചോദിക്കും, കളിയാക്കൊന്നും വേണ്ട, മനുഷ്യന്മാർക്ക് ഫാൻ ഇല്ലാത്തടത്ത് നിങ്ങൾ വൈക്കോലിന് ഫാൻ ആണോന്ന്. ഇപ്പൊ ചെറിയൊരു ഫാൻ കാറ്റിൽ വേണം ഇത് ഉണക്കിയെടുക്കാനായിട്ട്. മാത്രമല്ല ഈ കമ്പി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ്. അന്നന്ന് ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഇതിന്റെ മുകളിൽ, കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഈച്ച മുട്ടയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനെ ബാധിക്കും. അപ്പം ഇത് നമ്മൾ ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലായനിയിട്ട് ഇന്ന് വാരി കഴിഞ്ഞാൽ ഇതൊന്ന് കഴുകി വിടും. എന്നിട്ട് കാരണം അതിനകത്ത് കണ്ടോ നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലായനി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂൺപുരയ്ക്കകത്ത് കയറുമ്പോഴും നമ്മൾ വളരെ ശുദ്ധിയോടുകൂടി, അമ്പലത്തിൽ കയറുന്ന പരിശുദ്ധിയോടുകൂടി മാത്രമേ നമ്മൾ കൂൺപുരയ്ക്കകത്ത് കയറാവുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്നത് പോലെ വളരെ പരിശുദ്ധയോട് കൂടി നോക്കണം. ഇത് കണ്ട, ഇത് നമ്മൾ തിളപ്പിച്ചത് വേണ്ട, ഇത് നല്ലപോലെ ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫാൻ കാറ്റില് ഇതിനെ ഉണക്കുന്നത്. കാരണം ഇത് വെയിലത്തിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഇതങ്ങ് ഡ്രൈ ആയി പോകും. അപ്പൊ ആ വിത്ത് മുളയ്ക്കില്ല. വിത്ത് മുളയ്ക്കണമെങ്കിൽ ഒരു 50% ഈർപ്പം വേണം. അതായത് ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പം നമ്മുടെ വൈക്കോൽ ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പം നമ്മളിതാ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു ഈർപ്പം ഉണ്ടാവണം. പക്ഷേ വെള്ളം ഇതിൽ നിന്ന് ഒറ്റി വീഴാൻ പാടില്ല. ഇത് കണ്ടോ, ഇപ്പം വെള്ളം ഒറ്റി വീഴുന്നില്ല. ഉണങ്ങാത്ത വൈക്കോൽ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം വരും. പക്ഷെ ഇത് ഉണങ്ങിയതാണ്, അത് കാരണം ഇതിൽ നിന്ന് ഇപ്പം നമുക്ക് വെള്ളമില്ല. ഏറ്റവും അടിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണക്കാണ് ഒരു 50%. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പൂൺ, അതായത് വിത്ത് പാക്കറ്റ്, ഊണിന്റെ വിത്താണിത്. ഇത് നമുക്ക് പൊള്ളാച്ചിക്ക് അപ്പുറം ഉടുമലപ്പേട്ടിന് മിസ്റ്റർ ബാബു സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഈ വിത്താണ് നമ്മൾക്ക് 10 ദിവസം കൊണ്ട് ഈൽഡ് കിട്ടിയത്. പിന്നെ ഇങ്ങനെ ഒരു പാക്ക് എത്ര ബഡ് ചെയ്യാനുള്ളതുണ്ടായിരിക്കും? ഇത് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിത് ഒരു പാക്കറ്റിന് ഇത് 300 ഗ്രാമാണ്. ഇതിന് 2 ബെഡ് വേണമെന്നുണ്ടെങ്കിൽ 2 ബെഡ് ഇടാം. പക്ഷെ ബാബു സാറ് പൊള്ളാച്ചിയിൽ അവിടെ ഉടുമലപ്പേട്ടിൽ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാക്കറ്റ് സീഡ് കൊണ്ട് 1 ബെഡ് ഇടും. അപ്പോൾ വലിയ നമ്മുടെ ഒരു 10 കിലോ അരി പാക്ക് ചെയ്യുന്ന ഒരു കവറിനകത്തായിരിക്കും പാക്ക് ചെയ്യുക. നമ്മളിപ്പോൾ 5 കിലോ അരിയുടെ പാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് എന്താ പറയുക, 1 പാക്കറ്റ് സീഡ് ഇട്ടിട്ടുള്ളൂ. 1 പാക്കറ്റ് സീഡ് 1 ബെഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് 90 ദിവസം വരെ ഈൽഡ് തരും. ഓക്കെ, ഇത് തരും. ഈ 1 പാക്കറ്റ് വിത്ത് 1 കവറിനകത്ത് ബെഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസം വരെ ഈൽഡ് കിട്ടും. അതല്ല ഇതിന്റെ പകുതി പാക്കറ്റാണ് നമ്മൾ ഇതിനകത്തിട്ട് എടുക്കുന്നതെങ്കിൽ മാക്സിമം 30 to 45 ദിവസമേ ഇതിൽ നിന്ന് നമുക്ക് ഈൽഡ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ്. ഇത് നമ്മൾ എത്ര സീഡും എത്ര വൈക്കോലും മാധ്യമം നമുക്ക് എത്ര കിലോ വരെ നമുക്ക് മാക്സിമം 1 കിലോ. അതായത് ഈ അര പാക്കറ്റ് വീതം 2 ബെഡാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 1 കിലോ വരെ കിട്ടും. ഒരു ബെഡിൽ നിന്ന് 700 to 45 ദിവസം കൊണ്ട്. അതെ. ഇനി അതല്ല നമ്മൾ ഒരേ പാക്കറ്റ് ഒരു കവറിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കിലോ വരെ ഈൽഡ് കിട്ടും. 2 കിലോ വരെ ഈൽഡ് കിട്ടും. ചെലവും നമുക്ക് കുറവാണ്, പണിക്കൂലി കുറവാണ്. കാരണം ഒരു ബെഡ് ഇടുന്നതിന് എങ്ങനെ പോയാലും കുട്ടികൾക്ക് ഒരു അരമണിക്കൂറോളം സമയമാവുന്നുണ്ട് ഇവിടെ. ശരിക്കും നമുക്കൊരു 100 ബെഡ് ഒരു ദിവസം നമ്മളുടെ ഈ റൂമിനകത്ത് കയറുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ പ്രോഫിറ്റ് വരിക. ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മളിത് ഓപ്പൺ ചെയ്തെടുത്തു ഇതിനകത്തുനിന്ന്. ദെൻ ഇതിനെ നമ്മൾ ഈ ക്യാപ്പ് ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം ഇതിനെ നമ്മൾ ഊരിയെടുക്കുക. ഓക്കെ, എടുത്തതിന് ശേഷം ഈ കവർ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നു. ഇതിന്റെ ശരിക്കും പ്രോസസ് എന്താണ്? ഇത് വിത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ചോളം ഉണ്ടല്ലോ, ഈ ചെറിയ ചോളം, വെള്ളച്ചോളം. അതായത് ഒന്ന് ക്ലോസിൽ എടുത്തോളൂ, അപ്പൊ മനസ്സിലാകും. വെള്ള മണിച്ചോളം ഉണ്ട്, അതായത് മഞ്ഞച്ചോളം അല്ല,
ശരിക്കും വെള്ള ചോളമുണ്ട്, പശുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചോളമാണിത്. ഈ ചോളത്തിൽ നിന്നാണ് ഇവർ ഇതിൻ്റെ ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ലാബിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സിങ് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ വിത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ മദർ സ്പോൺ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ അവർ സ്പോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ ഉള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് നമ്മൾ വിത്ത് വാങ്ങിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ എടുത്തിട്ട് ഇതാ ഇങ്ങനെ അടർത്തിയെടുക്കണം ഇത്. അപ്പോൾ പക്ഷേ ഇതെന്നാൽ ഒരുപാട് ഉപദ്രവിക്കാനും പാടില്ല, എന്നാൽ ഇത് പൊടിഞ്ഞ് നമ്മുടെ കൈകളിൽ വരികയും വേണം. ഇങ്ങനെയാണ് ഇതിൻ്റെ വിത്തിൻ്റെ നമ്മൾ ഇതായത് ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് എത്ര പ്രായമുള്ളവർക്കും ഏത് കൊച്ചുകുട്ടികൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത്. നമ്മൾ റൂമിനകത്ത് ഇരുന്നിട്ട് വൈക്കോല് തിളപ്പിക്കുന്നതും വാരിയെടുക്കുന്നതും മാത്രമേ ഉള്ളൂ. ഒരല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ തോന്നാനായിട്ട്, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ റബ്ബർ ബാൻഡ് എടുത്ത് കയ്യിൽ വെക്കുക. അതിന് ശേഷം എന്താ ഇതിങ്ങനെ നമ്മൾ സാരി ഫ്ലീറ്റ് എടുക്കുന്നത് പോലെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഈ റബ്ബർ ബാൻഡിനെ നമ്മളിങ്ങനെ ഇട്ടു. ഈ കവറിനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അടിമറിച്ചെടുക്കുക. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഈ അടിമറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഇവിടെ നമുക്കൊരു റൗണ്ട് കിട്ടും. ഇതുണ്ടോ, ഒരു കറക്റ്റ് റൗണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടിമറിച്ചെടുക്കുന്നത്. ഇതുണ്ടോ, അടിമറിച്ചെടുത്തില്ലേ. ഇനി മോളെ അതിൽ നിന്നൊരു ചുമ്മാട് ഇങ്ങനെ മോളെ ഒരു റൗണ്ട് വൈക്കോല്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു 4 വിത്ത് വെറുതെ ഇങ്ങനെ ഇടുകയാണ്. ഏറ്റവും ആദ്യം ഒരു 4 വിത്ത് നമ്മൾ വെറുതെ ഇതിൻ്റെ അടിയിൽ തുള്ളി ഇടുകയാണ്. ഇട്ടതിന് ശേഷം ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വൈക്കോലെടുത്തു ചുരുട്ടി ഇതിനകത്ത് നമ്മൾ മാക്സിമം ഈ കവർ സ്പ്രെഡ് ആവണം. ഈ വൈക്കോല് കവറിൻ്റെ റൗണ്ട് എത്തത്തക്ക രീതിയിൽ സ്പ്രെഡ് ആവണം. എന്നിട്ട് ഇത് നമ്മൾ വെറുതെ ചെയ്താൽ പോരാ, ഈ കവർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇതിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ലെവൽ കിട്ടും. ഇതുണ്ട്, ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ വട്ടം ഇങ്ങനെ ഒന്ന് ആക്കുക. അപ്പോൾ ഈ കവറിൽ മൊത്തം വൈക്കോലായി, ഫുള്ള് പടർന്നു. ഇനി ഇതിനെ നല്ല പോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ട, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലപോലെ പ്രസ്സായി. ഇതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ ഒരു പിടി സീഡ് എടുക്കുന്നു. ഈ സീഡിനെ കറക്റ്റ് ഇതിൻ്റെ സൈഡിൽ കൂടി ഇത് കവർ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ചെല്ലി അടുത്ത വൈക്കോല് തരണേ. ഇതാ ഇങ്ങനെ നമുക്ക് ഇത് കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കട്ടായി വീഴുന്ന അത് കുഴപ്പമില്ല, അത് സീഡല്ല, അത് അതിൻ്റെ കാൽഷ്യം കാർബണേറ്റാണ്. ഓ ശരി. അതാണ് അതിൻ്റെ ഇത് വിത്ത് മുളയ്ക്കാൻ നമ്മൾക്ക് ഇതിനകത്ത് ശരിക്കും ഇതൊരു സഹായിക്കുന്ന വിത്ത് മുളച്ച് വരാൻ. അതന്നെ, അതും ഒരു ഇതിൻ്റെ വളർച്ചാ ത്വരകം എന്ന് പറയില്ലേ, അതാണ്. അടുത്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ എത്ര ചുരുട്ട് വെക്കും? ഇങ്ങനെ നമ്മൾക്ക് ഈ കവറിനകത്ത് 4 എണ്ണം വെക്കാം, 5 എണ്ണം വെക്കാം. ഈ കവർ നമ്മൾക്ക് എത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ 6 എണ്ണം വരെയൊക്കെ വെക്കാം. ഈ കാണുന്ന കട്ട ഇതിനകത്ത് വിത്തില്ല, ഇത് കണ്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം, പക്ഷെ ഇത് ഇതിനകത്തേക്ക് ഇടുന്നത് ഇത് കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് മുളയ്ക്കാനുള്ള ഒരു സംഭവമാകും. ശരിക്കും ഇങ്ങനെ അരികിലൂടെ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് വലിയ പണിയില്ല, അതാ ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിളാണ്. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ കഴിഞ്ഞിരിക്കുന്നു, ബെഡ് റെഡിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, കംപ്ലീറ്റ് കളയുക. എന്നിട്ട് ഇതിനെ നമ്മളിങ്ങനെ ആദ്യം എടുത്ത പോലെ തന്നെ കൂട്ടി ഇതിപ്പോൾ ചെറിയ ബെഡാണ്, കുട്ടികളിട്ടിരിക്കുന്ന പോലെ ഞാൻ വലുതാക്കിയിട്ടില്ല. ഒരു പാക്കറ്റിലുള്ള സീഡാണിത്, വേണ്ട. ഒരു റബ്ബർ ബാൻഡും കൊടുത്താൽ മോളെ. ഇനി ഇത് എങ്ങനെയാണോ ഉറിയിൽ തൂക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കറക്റ്റ് നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ബെഡ്. ഇത് കണ്ട എത്ര മണിമണിയായിട്ടാണ് ഇതിൻ്റെ സീഡൊക്കെ കുട്ടികൾ ഇട്ടിരിക്കുന്നതെന്ന് കണ്ട. എത്ര ലെയർ ഉണ്ടെന്ന് നോക്കിക്കേ. ഇത് നമുക്ക് എണ്ണിയെടുക്കാം ഇതിനകത്ത് എത്ര ലെയർ ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ കണ്ട, ഏറ്റവും അടിയിൽ കണ്ട വളരെ ഭംഗിയായിട്ട് നല്ല, അതാണ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇടുമ്പോൾ ഉള്ള ഒരു ഭംഗി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളുടെ കൂൺപുര എന്ന് പറയുന്നത് ഇരുട്ട് മുറിയാണ്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ വെളിച്ചമൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മൾക്ക് 10 ദിവസം കഴിഞ്ഞ ബെഡുകളാണ്. ഓ ശരി, 10 ദിവസം കഴിഞ്ഞതാണ്. ഇപ്പൊ തന്നെ അതങ്ങനെ വൈറ്റ് കളർ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ല ക്ലൈമറ്റ്, ഏറ്റവും നല്ല രീതിയിൽ ബെഡ് ഇട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല സീഡ്. അതുകൊണ്ടാണ് റൂം സെറ്റ് ചെയ്യുമ്പോഴേ മാക്സിമം നമുക്ക് എത്രയാണ് ഇവിടെ ഇതിനകത്ത് ഒരു ടെമ്പറേച്ചർ, ഇതിന്റെ ഒരു ഹ്യൂമിഡിറ്റി കണക്കുണ്ട്. 80% ഒക്കെ നമ്മൾക്ക് ഹ്യൂമിഡിറ്റി വേണം എന്ന് പറയും. അപ്പോൾ അതിപ്പോ ഇതിനകത്തുണ്ട്. പൊതുവെ പുറത്തുള്ള അന്തരീക്ഷം അതായതുകൊണ്ട് തണുപ്പാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഏകദേശം നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ഇനി ഇതല്ലാണ്ട് നമ്മളൊരു ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ഫോഗും ഇതിൽ ആ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് നല്ലൊരു ചിലവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രയർ കാണണം. കാരണം ഇത്രയും ബൾക്കായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഒരു 100-200 ബെഡിൽ ഒതുങ്ങും. നമ്മൾ ഇതിനകത്ത് 3000 ബെഡാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. 5000 ബെഡ് ഇടാവുന്ന ഷെഡാണ് നമ്മൾ പണിതിരിക്കുന്നത്. അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇതിനായിട്ടുണ്ട്. അത് ചെയ്ത് തന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെഡും ഈ പ്രോപ്പർട്ടി മാത്രമേ എൻ്റെതുള്ളൂ. ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ജിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോയ് സാറും സാമുവൽ സാറും ഒക്കെയാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തത്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത്. ശരിക്കും അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് സഹായം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയും നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ചേച്ചി. അതെ ചേച്ചി, ഇതാണോ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഒക്കെ ഒരു തുള ഇട്ട് വെച്ചിരിക്കുന്നത്? അതെ, ആ ഹോളിലൂടെയാണ് നമ്മൾക്ക് കൂൺ പുറത്തേക്ക് വരുന്നത്. അതിപ്പോ കൂണായി നിൽക്കുന്നത് 10 ദിവസം കൊണ്ട് കൂണായി നിൽക്കുന്നത് നമ്മുടെ മറ്റൊരു റൂമിലുണ്ട്. ആ കൂൺപുരയും കൂടി കാണിച്ചു തരാം. കൂൺ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് ഇന്നത്തെ കൂൺ ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്തു പോയി. നാളത്തേക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത് അവിടെ നിൽപ്പുണ്ട്, കാണിച്ചു തരാം. ഇത് നിറയെ ഈർപ്പം വന്ന് നിറയും. അങ്ങനെ വേണം. ആ ഈർപ്പത്തിലാണ്, അതാണ് ആ 50% ഈർപ്പം ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ. ഇനി ഇത് 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതെ. എന്നിട്ട് ഓരോ പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും അതിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വിത്ത് സേവ് ചെയ്തിരിക്കുന്ന റൂം. ആക്ച്വലി ഇത് കൂൺപുര തന്നെയാണ്. ഇതിനകത്തേക്ക് നമ്മൾ ഉറി തൂക്കാനുള്ളതാണ്. പക്ഷെ ആ വർക്ക് തീരുന്നവരെ ഒരു 200 ബെഡ് ആകുന്നവരെ ബെഡ് ഇട്ട് അവിടെ തന്നെ വെക്കും. ആ 200 ബെഡ് ആയതിനു ശേഷം നമ്മൾ ഈ റൂമിലേക്ക് മാറ്റത്തുള്ളൂ. ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ സീഡ് എടുത്തിട്ട് അടുത്ത റൂമിലേക്ക് സെറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞിരിക്കും. ഈ സീഡ് മാക്സിമം എടുക്കും. നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ബെഡ് കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ 10 ദിവസം കൊണ്ട് ഈൽഡ് കിട്ടിയ ബെഡുകള്. ഇന്ന് പറിച്ചു പോയി, അതുകൊണ്ടാണ് ഇതാ ഒന്ന്. ഇതിപ്പോ നാളെ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഇത് കണ്ട, ഇത് നമ്മൾ ആ വിത്തിന്റെ ഭാഗം നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരേ ബെഡിൽ നിന്ന് ഇത് കണ്ട, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു 300 ഗ്രാം മിനിമം കിട്ടും പെർ ഡേ. ഇത് കണ്ട, ഈ ഒരെണ്ണമൊക്കെ നല്ലപോലെ വിരിഞ്ഞു വരും. നാളെ ആകുമ്പോഴത്തേക്ക് ശരിക്ക് കിട്ടും. അതുപോലെ ഞാൻ ജനൽ ഒന്ന് തുറന്നിട്ട് തരാം. ജസ്റ്റ് ഒന്ന് വെളിച്ചം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. എനിക്ക് വെളിച്ചം അധികം കടത്തി വിടാൻ പറ്റില്ല. ഉണ്ട്. പിന്നെ എല്ലാ ബെഡിലും ഉണ്ട്. ഇത് കാണുമ്പോ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇത് 12 ദിവസമായിട്ടുള്ളൂ. 12 ദിവസമായിട്ടുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്ത വർക്ക് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഈ ഈൽഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് വരുന്നത് കാശും പണവും നമുക്ക് വേണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അത് വേണ്ടെന്നല്ല. പക്ഷെ അതിനേക്കാൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മളുടെ പ്രവൃത്തിയുടെ ഫലം ഇങ്ങനെ തൊട്ട് മുന്നിൽ 10 ദിവസം 15 ദിവസം കൊണ്ടൊക്കെ. കാരണം ഇത് മിനിമം ഒരു 15 to 30 ദിവസം നമ്മൾ കാത്തിരുന്നാലാണ്. 15 ദിവസം നമ്മൾ ഇത് കെട്ടി ഇരുട്ടറയിലിട്ട് ആ 15 ദിവസത്തിന് ശേഷം ഇതിലെ ബ്ലേഡ് കൊണ്ടൊക്കെ വരഞ്ഞു കൊടുത്ത് ഇതിനെ എടുത്ത് നമ്മൾ വെളിച്ചത്തേക്ക് മാറ്റിയിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കും. അതെ. അല്ല, ഹോൾ ആദ്യം നമ്മൾ ബെഡ് ഇടുമ്പോ തന്നെ ഇവിടെ കൂടെ ഒക്കെ ഹോൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലിങ്ങനെ ബ്ലേഡ് കൊണ്ട് വരയിട്ട് കൊടുക്കണം. ഇവിടെ ബ്ലേഡ് ചെറിയ ചെറിയ വരയിട്ട് കൊടുക്കണം. കാരണം ഈ സംഭവം അവർക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു കുറച്ച് കൂടുതലുണ്ടല്ലോ. ഇത് ആ ചെറിയ ഹോളിൽ കൂടി ഇത് പുറത്ത് വരില്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ 1 ഇഞ്ച് നീളത്തില് വരഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം നമുക്ക് പുറത്തേക്ക് കിട്ടും. അങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മളിത് എടുത്തതിന് ശേഷം വീണ്ടും തൊട്ടടുത്തൊന്ന് വരയിട്ട് കൊടുക്കുക. ഇപ്പൊ ഇത് നമ്മൾ പറിക്കുന്നു. ഇത് പറിച്ചു കഴിയുമ്പോ ഇവിടെ ഇത് വരയിട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഒരു വരയിട്ട് കൊടുത്തിട്ട് ഇവിടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് കണ്ട, ഇവിടെ ചെറിയ പൊട്ട് വരുന്ന കണ്ട. അതെ, ഇതൊരു പൊട്ട് വരുന്ന കണ്ട. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഒരു വരയിട്ട് കൊടുക്കും, എന്നിട്ട് ഇവിടെ വെള്ളം സ്പ്രേ ചെയ്യും. ഇതിന്റെ അടിയിൽ വരെ നമുക്ക് പൂക്കും. ഇത് നമ്മളുടെ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് ആണ്. എത്ര ഗ്രാം ഉണ്ടെന്നുള്ളത് നമുക്ക് പാക്ക് ചെയ്ത് തൂക്കി നോക്കാം. എത്ര ഗ്രാം ആയിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാറ്? 200 ഗ്രാം പാക്കറ്റ്.
200 ഗ്രാമിന് നമ്മൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കടക്കാർ 80 രൂപയ്ക്ക് വരെ വിൽക്കുന്നുണ്ട്. ഇതാ ഇതൊരു ബെഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒറ്റ ലെയർ പൂവാണ്. ഇതേണ്ട, ഇതെങ്ങനെ പോയാലും ഒരു 100 ഗ്രാം ഉണ്ടാകും. ഓക്കെ, ഇതിൽ നമുക്കൊന്നും വേസ്റ്റ് പോകാനില്ല കേട്ടോ. അതൊരു പ്രധാന കാര്യം പറയാനുണ്ട്. സാധാരണ നമ്മൾ കൂണ് പറിക്കുന്ന സമയത്ത് നാടൻ കൂണ് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണിന്റെ ഒക്കെ നമ്മളിങ്ങനെ തൊലി അടർത്തി കളയില്ലേ, ഇതിൽ തൊലിയൊന്നും അടർത്തി കളയാനില്ല. ഇത് വെറുതെ അങ്ങ് ജസ്റ്റ് ഒന്ന് നമ്മൾ പീസ് ആക്കിയിട്ട് ചിക്കൻ മസാല ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിയിൽ ചിക്കന് പകരം ചിക്കൻ മട്ടൺ ഏതിൻ്റെയും പകരമായിട്ട് ഇത് ഉണ്ടാക്കാം. അതുപോലെ ഇത് വെറുതെ പച്ചത്തേങ്ങ അരച്ച് ചാറ് വയ്ക്കാം. എങ്ങനെ ചെയ്താലും വറുത്തരച്ച് തീയൽ വെക്കാം. ഏത് ടൈപ്പ് വെച്ചാലും ഇത് ഏറ്റവും ടേസ്റ്റി സാധനമാണ്. നമുക്ക് 4 ദിവസം വരെ ഇതിന് നിൽക്കും. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഈൽഡ്, ഇന്നത്തെ വിളവെടുപ്പ്. അപ്പൊ നമ്മൾക്കിത് 1,800 ഉണ്ട്, 9 പാക്കറ്റ് ഉണ്ട്, 9 പാക്കറ്റ്. അപ്പോൾ 2 കിലോയ്ക്ക് 200 ഗ്രാമിന്റെ കുറവേ ഉള്ളൂ. അപ്പോൾ നിസ്സാരം അതിനകത്ത് കണ്ടല്ലോ, ഒരു 40-50 പാക്കിന്റെ വില എന്താണ്? ഒരു പാക്കറ്റിന് നമ്മൾ കൊടുക്കുന്ന 60 രൂപയ്ക്കാണ്. പക്ഷെ കടയിൽ ഇത് 70 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, 80 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, പല റേറ്റ്. നമ്മുടേതെന്ന് പറയുമ്പോൾ ഫ്രഷ് അല്ലേ, ഇത്രയും വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൂണ് കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഇതിന്റെ ഇത് നോക്കിക്ക്, ഇത്രയും വൈറ്റ്നെസ് ആയിട്ട് നിങ്ങൾക്ക് കടകളിൽ നിന്ന് കിട്ടത്തില്ല. ഇതിന് 4 ദിവസമേ ആയുസുള്ളൂ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് പുറത്ത് വെക്കുകയാണെങ്കിൽ 4 ദിവസം ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അതല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാം. ഇനി അതും കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ വാല്യൂ അഡീഷൻ ഉണ്ടാക്കാം. അച്ചാർ ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കാം, എന്തും. അത് നമ്മളുടെ ഐഡിയ പോലെ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ വിൽപ്പന നമ്മളുടെ രാജേട്ടന് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതാ രാജേട്ടാ, താങ്ക് യു. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ മന്ന മഷ്റൂമിൻ്റെ ഈ നല്ലൊരു എപ്പിസോഡ് കണ്ടല്ലോ. നമ്മൾ കഴിവിൻ്റെ പരമാവധി ഒരു കൂൺ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിച്ചത്. ഏതൊരാൾക്കും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായാലും ആർക്ക് വേണമെങ്കിലും ശശികല ചേച്ചി ഇതിനെ പ്രത്യേകിച്ച് പറയണ്ട, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ശശികല ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് പാലക്കാട് ജില്ലയിലെ നല്ലേപ്പിള്ളിയിലാണ്, ചിറ്റൂരിനടുത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാം. അതുമാത്രമല്ല, ആവശ്യക്കാർ ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ ചേച്ചിയുടെ നമ്പറിൽ വിളിക്കുക, കൊറിയർ ചെയ്തു തരും. 4 ദിവസം വരെ ഇത് ഒരു കേടും കൂടാതെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയ്ക്ക് നല്ലൊരു എപ്പിസോഡ് നമുക്ക് തന്ന ശശികല ചേച്ചിക്കും അതോടൊപ്പം ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഓർഗാനിക് കേരളത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ നന്ദി അറിയിക്കുകയാണ്. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും